ഡിയർ ചിൽഡ്രൻ, അക്കൗണ്ടൻസി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ജേർണലിൽ നിന്നും ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് പഠിച്ചു കഴിഞ്ഞു. അതിനെന്താണ് നമ്മൾ ചെയ്തത്? ഓരോ എൻട്രിയും നോക്കുന്നു. അതിൽ ഡെബിറ്റ് ആണോ ക്രെഡിറ്റ് ആണോ ഐറ്റം കിടക്കുന്നതെന്ന് നോക്കുക. ആ സൈഡ് തന്നെ എടുക്കുക, ഡേറ്റ് എഴുതുക, എമൗണ്ട് എഴുതുക. പർട്ടിക്കുലേഴ്സിൽ നേരെ ഓപ്പോസിറ്റ് കിടക്കുന്ന, അതായത് ക്രെഡിറ്റ് വരുന്ന ഐറ്റം എടുത്ത് എഴുതുക. ഇങ്ങനെ നമ്മൾ പോസ്റ്റിങ്ങുകളൊക്കെ ചെയ്തു. ഇനിയിപ്പോൾ ഒരു ഇയർ കഴിഞ്ഞു, അല്ലെങ്കിൽ ഒരു മന്ത് കഴിഞ്ഞു. എത്രയാണ് എൻ്റെ കയ്യിലുള്ള ക്യാഷ് ബാലൻസ് എന്ന് അറിയണം. ഇനി അപ്പോൾ ഓരോ അക്കൗണ്ട് ആണെങ്കിൽ അതിൻ്റെയൊക്കെ ബാലൻസ് അറിയണം. ടോട്ടൽ സെയിൽസ് എത്ര, ടോട്ടൽ പർച്ചേസ് എത്ര, ക്രെഡിറ്റേഴ്സിന് എത്ര കൊടുക്കാനുണ്ട്, കസ്റ്റമേഴ്സിന്റെ കയ്യിൽ നിന്ന് ഇനി എത്ര കിട്ടാനുണ്ട്, ഇതൊക്കെ അറിയണം. അപ്പോൾ ഓരോ അക്കൗണ്ടിൻ്റെയും ബാലൻസ് അറിയണം, അല്ലേ? അപ്പോൾ എങ്ങനെയാണ് നമ്മൾ അക്കൗണ്ടുകളുടെ ബാലൻസ് അറിയുന്നതെന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് ഓരോ അക്കൗണ്ടും ടോട്ടൽ ചെയ്ത് ബാലൻസ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് നമ്മുടെ ക്യാഷ് അക്കൗണ്ട് എടുക്കാം. ആദ്യം ഈ ക്യാഷ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് എമൗണ്ട് കോളത്തിലെയും ക്രെഡിറ്റ് എമൗണ്ട് കോളത്തിലെയും എമൗണ്ടുകളൊന്ന് കൂട്ടി അതിൻ്റെ മുകളിലേക്ക് ഒന്ന് എഴുതിയിടുക. അപ്പം ഇവിടെ ഡെബിറ്റ് സൈഡിൽ 2,18,000, 5,000, 2,000 ഇത്രയും എമൗണ്ട്സ് ആണല്ലോ ഡെബിറ്റ് എമൗണ്ട് കോളത്തിൽ കിടക്കുന്നത്. അതിൻ്റെ ടോട്ടൽ ഇവിടെ ചെറുതായിട്ടൊന്ന് കൊടുക്കുക. ഇത്രയത്തിൻ്റെ ടോട്ടൽ എന്ന് പറയുമ്പോൾ 2,25,000 രൂപയാണ് വരുന്നത്. അത് ചെറുതായിട്ട് പെൻസിൽ കൊണ്ട് ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് എഴുതിയിടുക. അതുപോലെ തന്നെ ക്രെഡിറ്റ് എമൗണ്ടും ടോട്ടൽ ചെയ്യുക, അത് അതിൻ്റെ മുകളിലേക്ക്. അപ്പം ഇത്രയും എമൗണ്ടുകൾ ടോട്ടൽ ചെയ്യുമ്പോൾ 63,000 ആണ് വരുന്നത്. അതും അതിൻ്റെ മുകളിലേക്ക് ഒന്ന് ചെറുതായിട്ട് എഴുതിയെടുക്കാം. ഇപ്പം ഈ ക്യാഷ് അക്കൗണ്ടിലേക്ക് ഒന്ന് നോക്കിക്കേ. ഇതിൽ 2,25,000 രൂപ 2,25,000 രൂപ ഡെബിറ്റ് ഉണ്ട് കേട്ടോ. ഇത് ഡെബിറ്റ് ആണ്, ഡെബിറ്റ് എമൗണ്ട് ആണ്. 2,25,000 രൂപ ഡെബിറ്റ് ഉണ്ട്. അതായത് ഇത്രയും രൂപ ക്യാഷ് ആയിട്ട് നമ്മുടെ ഫേമിലേക്ക് വന്നിട്ടുണ്ട് എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഇനി അതിൽ നിന്ന് കണ്ടോ, ഇത് ക്യാപിറ്റൽ ആയിട്ട് 2,00,000 വന്നു, സെയിൽസ് ഇനത്തിൽ 18,000 വന്നു, ഫർണിച്ചർ വിറ്റ് 5,000 വന്നു, ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്ത് 2,000 രൂപ ഫേമിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ 2,25,000 രൂപ നമ്മുടെ ഫേമിലേക്ക് വന്നിട്ടുണ്ടെന്ന് മനസ്സിലായി. ഇനി ഇവിടെ അതുപോലെ തന്നെ ക്രെഡിറ്റ് സൈഡ്, അതായത് ഇത്രയും തുക നമ്മുടെ ഫേമിൽ നിന്ന് ക്യാഷ് പോയിട്ടുള്ളതാണ്, അല്ലേ? അപ്പം 2,000 രൂപയുടെ പർച്ചേസ് നടത്തിയിട്ടുണ്ട്. 10,000 രൂപയുടെ ഫർണിച്ചർ, ഇത് ഗുഡ്സ് പർച്ചേസ് 20,000 രൂപ, 2,000 അല്ല 20,000 രൂപയുടെ ഗുഡ്സ് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. 10,000 രൂപയുടെ ഫർണിച്ചർ വാങ്ങിച്ചിട്ടുണ്ട്. 3,000 രൂപ പേഴ്സണൽ ആവശ്യത്തിന് വിഡ്രോ ചെയ്തിട്ടുണ്ട്. 10,000 രൂപ സാലറി ഇനത്തിൽ എംപ്ലോയീസിന് കൊടുത്തിട്ടുണ്ട്. ലാൻഡ് ലോഡിന് 15,000 രൂപ വാടക കൊടുത്തിട്ടുണ്ട്. 5,000 രൂപ ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഇത്രയും എമൗണ്ട് 63,000 രൂപ നമ്മുടെ ക്യാഷ് നിന്നും പോയിട്ടുണ്ടെന്ന് മനസ്സിലായി. അതായത് ക്രെഡിറ്റ് വന്നിരിക്കുന്നു. ഇനി സാധാരണ നമുക്ക് എത്ര രൂപ ബാലൻസ് നമ്മുടെ കയ്യിലുണ്ടെന്ന് അറിയാൻ എന്നാ ചെയ്യുന്നത്? ഈ 2,25,000 നിന്ന് 63,000 കുറച്ചെന്നാൽ ബാക്കി എത്രയുണ്ടെന്ന് കണ്ടുപിടിക്കാം. അതായത് 1,62,000 രൂപയായിരിക്കും നമ്മുടെ കയ്യിൽ ബാക്കി ഉണ്ടായിരിക്കുന്ന തുക. അത്രയും അത് തന്നെ ഉള്ളൂ നമ്മൾ ഈ അക്കൗണ്ടിൽ ബാലൻസ് ചെയ്യാന്ന് പറഞ്ഞാലും. അതായത് ഈ 1,62,000 എന്ന് നമ്മൾ എങ്ങനെയാണ് എടുത്തത്? ആദ്യം നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം കൂടുതലുള്ള ഭാഗം ഡെബിറ്റ് ആണോ ക്രെഡിറ്റ് ആണോ ഏതാണ് കൂടുതലുള്ള ഭാഗം എന്ന് നോക്കുക. ഈ 1,00,000 ഇതിന്റെ ബാലൻസ് നമ്മൾ ഈ 2,25,000 63,000 കുറച്ചാൽ കിട്ടും. അപ്പം നമ്മൾ നമ്മുടെ അക്കൗണ്ട് എങ്ങനെയാണ് ബാലൻസ് ചെയ്യേണ്ടതെന്ന് വെച്ചെന്നാൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം കൂടുതലുള്ള ഭാഗം ഡെബിറ്റ് ആണോ ക്രെഡിറ്റ് ആണോ നമ്മൾ ഇവിടെ ടോട്ടൽ എഴുതിയിട്ടുണ്ട്. ഇപ്പം ഇവിടെ ഡെബിറ്റിൽ 2,25,000 ഉണ്ട്, ക്രെഡിറ്റിൽ 63,000 ഉണ്ട്. ഇപ്പോൾ കൂടുതലുള്ള ഏതാണ്? ഡെബിറ്റ് ആണ്, അല്ലേ? അപ്പോൾ കൂടുതലുള്ള ഭാഗം ഏതാണെന്ന് നോക്കുക. ആ കൂടുതലുള്ള ഭാഗത്തേക്ക് നമ്മൾ ആദ്യം ടോട്ടൽ എടുത്തെഴുതണം. അപ്പം കൂടുതലുള്ളത് ഡെബിറ്റ് സൈഡാണ്. അപ്പം നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നത്? ഈ സൈഡ് ടോട്ടൽ ചെയ്യണം. അപ്പം ഇത്തിരി ഗ്യാപ്പ് ഇട്ട് വേണം ചെയ്യാനായിട്ട്. തൊട്ട് താഴെ എഴുതരുത്, നമുക്ക് അതിൻ്റെ മുകളിൽ ചില കാര്യങ്ങൾ എഴുതേണ്ടതുണ്ട്. അപ്പം നമ്മൾ കൂടുതലുള്ള ഭാഗം ആദ്യം താഴേക്ക് അങ്ങോട്ട് ടോട്ടൽ ചെയ്ത് എഴുതുന്നു. അപ്പം 2,25,000 നോക്കുക, ഡബിൾ ലൈൻ ഇട്ട് ഞാനത് ടോട്ടൽ ചെയ്തു. ഇനി അതിൽ നിന്ന് കുറവുള്ള ഭാഗം കുറയ്ക്കുകയാണ് ചെയ്യേണ്ടത്. ഇപ്പം 2 സൈഡും കൂടുതലുള്ള ടോട്ടൽ ഞാൻ അങ്ങോട്ട് എഴുതണം. 2 സൈഡിലേക്ക് എഴുതണം. 2,25,000
5000. ഇപ്പം രണ്ട് സൈഡിലേക്കും കൂടുതലുള്ള ഭാഗത്തിൻ്റെ എമൗണ്ട് ടോട്ടൽ ചെയ്തിട്ടു. അപ്പം എന്നാ ചെയ്തത്, ആദ്യം രണ്ട് സൈഡും കൂട്ടി, ഡെബിറ്റ് സൈഡ് കൂട്ടി ഇതിൻ്റെ മുകളിൽ ചെറുതാക്കി എഴുതിയിട്ടു, ക്രെഡിറ്റ് സൈഡ് കൂട്ടി അതിൻ്റെ മുകളിൽ ചെറുതാക്കി എഴുതിയിട്ടു. രണ്ട് സൈഡും നോക്കി കമ്പയർ ചെയ്തപ്പോൾ ഡെബിറ്റ് സൈഡിൽ കിടക്കുന്ന എമൗണ്ട് ആണ് കൂടുതലെന്ന് മനസ്സിലായി. ആ എമൗണ്ട് രണ്ട് എമൗണ്ട് കോളത്തിലേക്കും എഴുതി ഞാൻ ഡബിൾ ലൈൻ ഇട്ട് ടോട്ടൽ ചെയ്തു. ക്ലിയർ? അപ്പോൾ ഇവിടെ ഇനി കൂടുതലുള്ള ഭാഗത്തിൽ നിന്ന് ഈ കുറവുള്ള ഭാഗം കുറയ്ക്കണം. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ നമുക്ക് കൂട്ടുമ്പോൾ 2,25,000 ഇല്ല. അപ്പോൾ ഇവിടെ 2,25,000 നിന്ന് ഇത്രയും എമൗണ്ടുകളുടെ ടോട്ടൽ കുറയ്ക്കണം. അപ്പോൾ എത്ര കിട്ടും? അതായത് നമ്മളിവിടെ ഇത്രയത്തിൻ്റെ ടോട്ടൽ നമ്മളിവിടെ ടോട്ടൽ ചെയ്ത് കണ്ടുപിടിച്ചിട്ടുണ്ട്. എത്രയാണ്? 63,000. അപ്പോൾ ഈ 2,25,000 നിന്ന് 63,000 കുറച്ചെന്നാൽ നമുക്ക് ബാലൻസ് കിട്ടും. അപ്പോൾ എത്രയാണ് കിട്ടുന്നത്? 1,62,000. അത് ഇതിൻ്റെ തൊട്ട് മുകളിലായിട്ട് എഴുതുക, ഇതിൻ്റെ മുകളിൽ. ഇപ്പം നോക്കിക്കേ രണ്ട് സൈഡും. ഇനി ഇപ്പം ഇതാണ് നമ്മുടെ ബാലൻസ് കേട്ടോ. അപ്പോൾ ഇപ്പം നോക്കിക്കേ, ഇതെല്ലാം കൂടെ കൂട്ടി നോക്കുമ്പോൾ എങ്ങനെ വരും? ഈക്വൽ ആയിട്ട് വരും അല്ലേ? രണ്ട് സൈഡിലും 2,25,000 കിട്ടും. അപ്പോൾ നമ്മുടെ ബാലൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 1,62,000 ആണ്. ഇനി അപ്പം നമ്മൾ ടോട്ടൽ ചെയ്തു, ബാലൻസ് എഴുതി. ബാലൻസ് എപ്പോഴും എഴുതുന്ന ഏത് ഭാഗത്താണ്? കുറവുള്ള ഭാഗത്താണ്. ഇനി കുറവുള്ള ഭാഗത്ത് നമ്മൾ എന്തെന്നും പറഞ്ഞ് എഴുതേണ്ടത്? ബാലൻസ് ആണല്ലോ. അപ്പം നമ്മൾ ഈ കുറവുള്ള ഭാഗത്ത് എമൗണ്ട് എഴുതി അതിൻ്റെ നേരെ നമ്മൾ പർട്ടിക്കുലേഴ്സിൽ എന്താണ് എഴുതേണ്ടത്? ബാലൻസ് CD, അതായത് C/D, ബാലൻസ് ക്യാരി ഡൗൺ എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഇങ്ങനെ ബാലൻസ് CD എന്നും പറഞ്ഞ് 1,62,000 എഴുതി വയ്ക്കാം. അപ്പം ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ ഈ എമൗണ്ടും കൂടെ കൂട്ടുമ്പോൾ 2,25,000 ആയി. അപ്പോൾ അക്കൗണ്ടിൻ്റെ രണ്ട് സൈഡും ടോട്ടൽ ഈക്വൽ ആയി. അപ്പം ഈ ഭാഗത്ത്, അതായത് ക്രെഡിറ്റ് ഭാഗത്ത് 1,62,000 ആണ് നമുക്ക് ബാലൻസ് വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ കൂടുതലുള്ള ഭാഗത്തെ ഡെബിറ്റ് സൈഡിൽ നിന്ന്, അതായത് ഈ 63,000 രൂപ ഇവിടുത്തെ ടോട്ടൽ കൂടുതലുള്ള 2,25,000 ആണ് ഡെബിറ്റ് സൈഡ്. ആ ടോട്ടൽ ഇങ്ങോട്ട് എഴുതി അതിൽ നിന്ന് ഈ 63,000 കുറച്ച് കിട്ടിയ ബാലൻസ് അതേ സൈഡിൽ തന്നെ നമ്മൾ എഴുതി. അപ്പം അതുകൊണ്ട് ആ ടോട്ടലും ഈക്വലായി. അപ്പോൾ ബാലൻസ് CD എന്ന് പറഞ്ഞ് ഏത് ഭാഗത്താണോ കുറവ് ആ ഭാഗത്തേക്ക് എഴുതി. ഇങ്ങനെയാണ് നമ്മൾ ബാലൻസ് ചെയ്യുന്നത്. പക്ഷേ ഈ ബാലൻസ് വന്നിട്ടുള്ളത് എവിടെയാണ്? ഇപ്പോൾ ക്രെഡിറ്റ് സൈഡിലല്ലേ ബാലൻസ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ക്യാഷ് അക്കൗണ്ടിൻ്റെ ബാലൻസ് ക്രെഡിറ്റ് ആണെന്ന് പറയുമോ? ഇല്ലല്ലോ. ക്യാഷ് അക്കൗണ്ടിന് ഏത് ബാലൻസ് ആണ് വരുന്നത്? ഡെബിറ്റ് ബാലൻസ് ആണ് അല്ലേ? എല്ലാ അസറ്റ്സിനും ഏത് ബാലൻസ് ആണ് വരുന്നത്? ഡെബിറ്റ് ബാലൻസ് ആണ് വരുന്നത്. അപ്പം ക്യാഷ് എന്ന് പറയുന്നത് ഡെബിറ്റ് ബാലൻസ് ഉള്ള ഒരു ഐറ്റം ആണ് നമുക്കറിയാം, അതായത് അസറ്റ് ആണല്ലോ. കാരണം എന്നാന്ന് വെച്ചാൽ നമ്മൾ ബാലൻസ് CD എന്ന് എഴുതിയതിന് ശേഷം നമ്മളത് ഇപ്പം ഇവിടെ ബാലൻസ് CD ആണ് കണ്ടുപിടിച്ചത്. അതായത് ഈ നവംബർ മാസം അവസാനം, അപ്പം അതിൻ്റെ ഡേറ്റ് 30/11/2000, ആ മാസം അവസാനത്തെ നമ്മുടെ കയ്യിലുള്ള ക്യാഷ് ബാലൻസ് ആണ് 1,62,000. ഇനി അതുകൊണ്ട് കണക്ക് തീരുന്നില്ലല്ലോ, ബിസിനസ് കണ്ടിന്യൂ ചെയ്യണം. ഇപ്പം നവംബർ കഴിഞ്ഞു, നമുക്ക് അടുത്ത മാസത്തിലേക്ക് ഈ ബാലൻസ്, ഇത്രയും ക്യാഷ് ബാലൻസ് അടുത്ത മാസം നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്യണം? അടുത്ത മാസത്തിലേക്ക് കൊണ്ടുവരണം. അടുത്ത മാസത്തിലേക്ക് കൊണ്ടുവരാൻ എന്നാ ചെയ്യേണ്ടത്? അതായത് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക്, അതായത് ഏത് സൈഡിലാണോ ബാലൻസ് CD വന്നിരിക്കുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ബാലൻസ് BD എന്ന് പറഞ്ഞിട്ട് എഴുതണം. അപ്പം നമ്മൾ ഇത് നവംബർ മാസം അവസാനത്തെ ബാലൻസ് അത് അടുത്ത മാസത്തിലേക്ക് നമ്മൾ കൊണ്ടുവരികയാണ്, അതായത് ബ്രോഡ് ഡൗൺ ചെയ്യുകയാണ്. അപ്പം നമുക്ക് അടുത്ത മാസത്തിൻ്റെ ഡേറ്റ് എന്ന് പറയുന്നത് നവംബർ കഴിഞ്ഞാൽ ഡിസംബർ അല്ലേ? അപ്പം ഡിസംബർ 12, 2020 ബാലൻസ് ബ്രോഡ് ഡൗൺ എന്നാണ് എഴുതുന്നത്. ബാലൻസ് BD, B ഇട്ടിട്ട് സ്ലാഷ് ഇട്ടിട്ട് D എന്ന് എഴുതുക. ബാലൻസ് ബ്രോഡ് ഡൗൺ എന്നും പറഞ്ഞുകൊണ്ട് ഈ എമൗണ്ട് എത്ര ഉണ്ട്? ഇനിയിപ്പം നമ്മുടെ അടുത്ത മാസത്തിലേക്കുള്ള ക്യാഷ് ബാലൻസ് 1,62,000. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ ബ്രോഡ് ഡൗൺ നോക്കിയിട്ടാണ് എപ്പോഴും ഒരു അക്കൗണ്ടിൻ്റെ ബാലൻസ് പറയുന്നത്. ബ്രോഡ് ഡൗൺ കിടക്കുന്ന ബാലൻസ് ഏതാണ്? ഡെബിറ്റ് ആണ്. അപ്പോൾ അത് നോക്കിയിട്ടാണ് നമ്മൾ അക്കൗണ്ടിൻ്റെ ബാലൻസ് പറയുന്നത്, അല്ലാതെ ഈ ക്യാരി ഡൗൺ നോക്കിയിട്ടല്ല. അപ്പം നേരെ നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ബ്രോഡ് ഡൗൺ ചെയ്യും. അതായത് കഴിഞ്ഞ മാസം അവസാനത്തെ ബാലൻസ് അടുത്ത മാസം ആദ്യത്തിലേക്ക് നമ്മൾ കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പം നമുക്ക് ഇത്രയും രൂപ ഡിസംബർ മാസം നമ്മുടെ കയ്യിലുണ്ടല്ലോ. അപ്പം അത് നമുക്ക് ഇത് നോക്കുമ്പോൾ മനസ്സിലാവും.
ഇവിടെ ഈ ക്രെഡിറ്റ് സൈഡിലാണ് ഇപ്പോൾ വന്നത്. അപ്പോൾ അതിന് നമ്മൾ ഇപ്പം നോക്കിക്കേ, ഇവിടെ ഈ ബാലൻസ് ബ്രോഡ് ഡൗൺ ക്രെഡിറ്റ് സൈഡിലാണ് വന്നത്. അതുപോലെ നമ്മൾ ബ്രോഡ് ഡൗൺ ചെയ്തപ്പോൾ അത് എങ്ങോട്ട് വന്നു? ഡെബിറ്റ് സൈഡിൽ വന്നു. അപ്പം നമ്മൾ നോക്കുന്നത് ഏതിൻ്റെ ബാലൻസ് ആണെന്നാണ് പറഞ്ഞത്? ബ്രോഡ് ഡൗൺ ചെയ്യുന്ന ബാലൻസ് ആണ്. അതുകൊണ്ട് ക്യാഷ് അക്കൗണ്ടിന് ഇപ്പോൾ ഏത് ബാലൻസ് ആയി? ഡെബിറ്റ് ബാലൻസ് പറയാം. കാരണം ബാലൻസ് ബ്രോഡ് ഡൗൺ വന്നിരിക്കുന്നത് എവിടെയാണ്? ഡെബിറ്റ് സൈഡിൽ. അപ്പം ഇതുപോലെ എല്ലാ അക്കൗണ്ടുകളും നമ്മൾ ടോട്ടൽ ചെയ്യുക. അപ്പം എല്ലാ അക്കൗണ്ടുകളും എന്ന് പറയുമ്പോൾ നമുക്ക് മൊത്തം അക്കൗണ്ടുകളുടെ ഹെഡ് എന്ന് പറയുന്നത് 5 ഹെഡ് ഓഫ് അക്കൗണ്ട് ആണുള്ളത്. ഓർക്കുന്നില്ലേ? ഏതൊക്കെയാണ്? അസറ്റ്സ് ഉണ്ട്, ലയബിലിറ്റീസ് ഉണ്ട്, ക്യാപിറ്റൽ ഉണ്ട്, എക്സ്പെൻസസ് ഉണ്ട്, ഇൻകം ഉണ്ട്. അപ്പോൾ ഈ അക്കൗണ്ടുകളെ 2 ക്ലാസ് ആയിട്ട് തരംതിരിക്കുകയാണ്. പെർമനൻ്റ് അക്കൗണ്ട് എന്നും ടെമ്പററി അക്കൗണ്ട് എന്നും. അതിലെ പെർമനൻ്റ് അക്കൗണ്ടിൻ്റെ ഹെഡിൽ വരുന്നത് അസറ്റ്സും ലയബിലിറ്റീസും ക്യാപിറ്റലുമാണ്. ടെമ്പററി അക്കൗണ്ടിൻ്റെ ഹെഡിൽ വരുന്ന എക്സ്പെൻസസും ഇൻകവുമാണ്. അപ്പോൾ എല്ലാ പെർമനൻ്റ് അക്കൗണ്ടുകളുടെയും ബാലൻസ് കണ്ടുപിടിക്കുകയും അടുത്ത അക്കൗണ്ടിങ് കാലയളവിലേക്ക് നമ്മൾ നീക്കിയിരിപ്പ് തുക മാറ്റി എഴുതുകയും ചെയ്യും. എന്നാൽ ടെമ്പററി അക്കൗണ്ടുകൾ വർഷാവസാനമുള്ള നമ്മൾ P&L അക്കൗണ്ടിലേക്കാണ് മാറ്റുന്നത്. അപ്പോൾ അത് നമ്മൾ അങ്ങനെ ടോട്ടൽ ചെയ്തിട്ടാൽ മതി, അത് ബാലൻസ് ചെയ്യണമെന്നില്ല. അപ്പം എല്ലാ പെർമനൻ്റ് അക്കൗണ്ടുകളും നമ്മൾ ടോട്ടൽ ചെയ്ത് ബാലൻസ് കണ്ടുപിടിക്കണം. നമ്മൾ പെർമനൻ്റ് അക്കൗണ്ടുകളായ അസറ്റ്സും ലയബിലിറ്റീസും ക്യാപിറ്റലും എല്ലാം നമ്മൾ ബാലൻസ് ഷീറ്റിലേക്ക് മാറ്റാനുള്ളതാണ്. ഈ ടെമ്പററി അക്കൗണ്ട്സ് നമ്മൾ P&L അക്കൗണ്ടിലേക്കാണ് നമ്മൾ മാറ്റുന്നത്. അപ്പം പെർമനൻ്റ് അക്കൗണ്ട്സ് എല്ലാം നമ്മൾ എന്ത് ചെയ്യണം? ടോട്ടൽ ചെയ്ത് ബാലൻസ് കണ്ടുപിടിക്കണം. ടെമ്പററി അക്കൗണ്ടുകൾ നമ്മൾ അങ്ങ് ടോട്ടൽ ചെയ്തിട്ടാൽ മതി. ഇനി എന്തെങ്കിലും ഐറ്റംസ് എക്സ്ട്രാ നമ്മുടെ സൈഡിൽ വരുന്നുണ്ടെങ്കിൽ മാത്രം നമ്മളതിനെ എന്ത് ചെയ്താൽ മതി? ടോട്ടൽ ചെയ്ത് ബാലൻസ് ചെയ്താൽ മതി. ഇപ്പം നമ്മൾ ക്യാഷ് അക്കൗണ്ടിൻ്റെ ബാലൻസ് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി അടുത്ത അക്കൗണ്ട് നോക്കുക, ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറയുന്നത് എന്താണ്? ഒരു പെർമനൻ്റ് അക്കൗണ്ടാണ് അല്ലേ? അപ്പോൾ പെർമനൻ്റ് അക്കൗണ്ടാണ്. അപ്പോൾ നമുക്ക് അതിന് എന്ത് ചെയ്യണം? ടോട്ടൽ ചെയ്യണം, ബാലൻസ് ചെയ്യണം. ഇപ്പോൾ നോക്കിക്കേ, ഇവിടെ ക്രെഡിറ്റ് സൈഡിൽ മാത്രമാണുള്ളൂ. ക്രെഡിറ്റ് സൈഡിൻ്റെ ടോട്ടൽ എന്ന് പറയുന്നത് എത്രയാണ്? 2,25,000. അപ്പോൾ നമ്മളത് ടോട്ടൽ എഴുതുക, 2,25,000. ഡബിൾ ലൈൻ ഇട്ടു. ഇനി അതേ ടോട്ടൽ തന്നെ എങ്ങോട്ടേക്കും എഴുതുക? ഡെബിറ്റ് സൈഡിലേക്ക് എഴുതുക, 2,25,000. ഡബിൾ ലൈൻ ഇട്ട് ടോട്ടൽ ചെയ്യുന്നു. ഇനി ഏത് ഭാഗത്താണ് കുറവ്? ഡെബിറ്റ് സൈഡിലാണ്. അപ്പോൾ എത്രയാണ്? ഇവിടെ വേറെ ഒന്നും ഇല്ലല്ലോ. അപ്പോൾ കുറവുള്ള എത്രയാണ്? 2,25,000. ഇനി ഈ ഡബിൾ ലൈൻ ഇട്ട് അണ്ടർലൈൻ ചെയ്തതിൻ്റെ മുകളിലുള്ളത് ബാലൻസ്, അതായത് ഈ മാസം, ഇത് നവംബർ മാസമാണ്, നവംബർ മാസം അവസാനമാണ്. അപ്പം ഡേറ്റ് 30/11/20. ആ മാസത്തെ ബാലൻസ് ആണിത്. എന്തെന്ന് എഴുതേണ്ടത്? ബാലൻസ് CD. ഈ ഡബിൾ ലൈൻ ഇട്ട് മുകളിലാണ് ബാലൻസ് വരുന്നതെങ്കിൽ എപ്പോഴും എന്തെന്ന് എഴുതാവുള്ളൂ? CD എന്ന്. ഇനി അതിനെ നമ്മൾ അടുത്ത മാസത്തിലേക്ക് എന്ത് ചെയ്യണം? ബ്രോഡ് ഡൗൺ ചെയ്യണം. അപ്പോൾ അടുത്ത മാസം ബ്രോഡ് ഡൗൺ ചെയ്യുമ്പോൾ CD ഡെബിറ്റ് ആണെങ്കിൽ BD എവിടെയാണ് വരുന്നത്? ക്രെഡിറ്റിലാണ് വരുന്നത്. അപ്പോൾ അടുത്ത മാസത്തെ ഡേറ്റ് കൊടുക്കുക, 1/12/2020. ബാലൻസ് ബ്രോഡ് ഡൗൺ 2,25,000. ഇപ്പം ക്യാപിറ്റൽ അക്കൗണ്ട് നമ്മൾ ടോട്ടൽ ചെയ്ത് ബാലൻസ് ചെയ്തു. ഇനി അടുത്തത് കമ്പ്യൂട്ടർ അക്കൗണ്ട്. കമ്പ്യൂട്ടർ അക്കൗണ്ട് എങ്ങനെ ടോട്ടൽ ചെയ്യുന്നത്? ഇവിടെ ഡെബിറ്റ് ബാലൻസ് ആണ്, ക്രെഡിറ്റിൽ ഒന്നുമില്ല. അപ്പം ഡെബിറ്റ് ബാലൻസ് ഡെബിറ്റ് സൈഡിലേക്ക് ടോട്ടൽ ചെയ്യുന്നു. എത്രയാണ്? 25,000. അതേ എമൗണ്ട് തന്നെ ഇങ്ങോട്ടേക്ക് എടുത്തെഴുതുന്നു, 25,000. ഇനി കുറവുള്ള ഭാഗത്താണ് നമ്മൾ എന്തെന്ന് എഴുതുന്നത്? ബാലൻസ് CD. അപ്പോൾ ആ മാസം അവസാനത്തെ ഡേറ്റ് ഇട്ട് കൊടുക്കുന്നു. ആ മാസം അവസാനം ബാലൻസ് CD 25,000. ഇനി ഈ മാസത്തെ ബാലൻസിനെ അടുത്ത മാസത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? ബ്രോഡ് ഡൗൺ ചെയ്യുന്നു. അപ്പോൾ അടുത്ത മാസത്തെ ഡേറ്റ്, ഇത് ക്രെഡിറ്റ് സൈഡിലാണെങ്കിൽ ബ്രോഡ് ഡൗൺ ചെയ്യുന്ന എവിടെ വരണം? ഡെബിറ്റ് സൈഡിൽ, ഓപ്പോസിറ്റ് സൈഡിൽ വരണം. അപ്പോൾ അടുത്ത മാസത്തെ ഡേറ്റ് 1/12/20. ബാലൻസ് ബ്രോഡ് ഡൗൺ 25,000. ഇനി അടുത്തത് പർച്ചേസ്. അപ്പോൾ ഇതെല്ലാം പെർമനൻ്റ് അക്കൗണ്ട് ആയിരുന്നു, നമ്മൾ ടോട്ടൽ ചെയ്ത് ബാലൻസ് ചെയ്തു. ഇതെന്ന് പറയുന്ന ഒരു ടെമ്പററി അക്കൗണ്ടാണ്. പക്ഷേ ഇവിടെ എന്തുണ്ട്? ഒരു ക്രെഡിറ്റ് സൈഡിൽ ഒരു ഡ്രോയിങ്സ് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് അതിൻ്റെ ബാലൻസ് ആയിരുന്നു. അപ്പോൾ നമുക്ക് അതിനെ ഒന്ന് ടോട്ടൽ ചെയ്ത് ബാലൻസ് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ വേറെ ഐറ്റം ഒന്നുമില്ല, ഇവിടെ ഡെബിറ്റ് സൈഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ നമുക്ക് അങ്ങ് ടോട്ടൽ ചെയ്ത് ഇട്ടാൽ മതിയായിരുന്നു. അപ്പം നമുക്കിതിനെ 2 സൈഡിലും
ഐറ്റംസ് വന്നേക്കുന്നത് കൊണ്ട് നമുക്ക് ടോട്ടൽ ചെയ്യാം. അപ്പോൾ ഇവിടെ എത്രയാണ് ടോട്ടൽ വന്നിരിക്കുന്നത്? 20 10 30,000 ഇവിടെ 1000 ഉള്ളൂ. അപ്പോൾ കൂടുതലുള്ള എമൗണ്ട് എടുത്ത് എമൗണ്ട് കോളത്തിൽ ടോട്ടൽ ചെയ്യുന്നു. ഇപ്പം 30,000 ഡബിൾ ലൈൻ ഇട്ട് അണ്ടർലൈൻ ചെയ്യുന്നു. അതേ ലൈനിൽ തന്നെ വേണം എഴുതാൻ കേട്ടോ. 30,000 ഇവിടെ എവിടെയാണ് എഴുതുന്നത് അതേ നേരെ ലൈനിൽ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ വേണം അടുത്ത എമൗണ്ട് കോളത്തിലും എഴുതാനായിട്ട്. അപ്പോൾ 30,000 എഴുതി. ഇവിടെ പക്ഷേ 1000 ആണ് 1000 വിഡ്രോ ചെയ്തിട്ടുണ്ട് അല്ലേ? 1000 രൂപയുടെ സാധനമാണ്. അപ്പോൾ ഇനി എത്രയാണ് അവിടെ ഉള്ളൂ? 29,000. 30,000 നിന്ന് 1000 കുറച്ചിട്ട് ബാലൻസ് ഇനി എത്ര ഉള്ളൂ? 29,000. അപ്പം അതെന്ന് പറയുന്നത് ആ മാസം അവസാനത്തെ ബാലൻസ്. എന്തെന്ന് എഴുതേണ്ടത്? ബാലൻസ് സി ഡി ഉണ്ടോ? ഡബിൾ ലൈൻ ഇട്ടതിൻ്റെ മുകളിൽ വരുന്ന ബാലൻസ് സി ഡി. ഇനി അതിന് എന്ത് ചെയ്യണം? അടുത്ത മാസത്തേക്ക് ബ്രോഡ് ഡൗൺ ചെയ്യണം. ബ്രോഡ് ഡൗൺ ചെയ്യുമ്പോൾ എങ്ങോട്ടാണ് വരേണ്ടത്? നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക്. അപ്പോൾ അടുത്ത ഡേറ്റ് എന്നാണ്? 1/12/20. അടുത്ത മാസം ബാലൻസ് ബ്രോഡ് ഡൗൺ ഡബിൾ ലൈനിന് താഴെ വരുന്ന ബാലൻസ് എന്തായിരിക്കും? ബാലൻസ് ബി ഡി. അപ്പം 29,000 കേട്ടോ. അടുത്ത മാസത്തേക്കിന് നമ്മുടെ പർച്ചേസ് എമൗണ്ട് ചെയ്ത് വെച്ചിരിക്കുന്ന എത്ര രൂപയുടെ സാധനങ്ങൾ ഇരിപ്പുണ്ട്? 29,000 രൂപയുടെ. ഇനി അടുത്തത് സുലഭ സൂപ്പർ മാർക്കറ്റ്. സുലഭ സൂപ്പർ മാർക്കറ്റ് എന്ന് പറയുന്നത് ഒരു പെർമനൻ്റ് അക്കൗണ്ടാണ്. അതായത് ഒരു സൺട്രി ക്രെഡിറ്റർ ആണല്ലോ, നമ്മൾ പൈസ കൊടുക്കാനുള്ളതല്ലേ. അപ്പോൾ അതിനെ നമുക്ക് ടോട്ടൽ ചെയ്ത് ബാലൻസ് ചെയ്യണം. ഇവിടെ നോക്കിക്കേ 10,000 രൂപയാണ് അല്ലേ? ഇവിടെ ഒന്നുമില്ല. അപ്പോൾ 10,000 രൂപ നമ്മൾ ഇങ്ങോട്ടേക്ക് ടോട്ടൽ ചെയ്ത് എഴുതുന്നു. 10,000. അപ്പോൾ ഇവിടെയാണല്ലോ കുറവുള്ളത്. അപ്പോൾ ആ കുറവ് നമ്മൾ മുകളിലേക്ക് എഴുതുന്നു. അതിനെ നമ്മൾ എന്നാന്ന് എഴുതുന്നത്? ഡേറ്റ് 30/11/20. ബാലൻസ് സി ഡി. ഇനി അതിനെ അടുത്ത മാസത്തിലേക്ക് ബ്രോഡ് ഡൗൺ ചെയ്യണം. നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് 1/12/20. ബാലൻസ് ബി ഡി 10,000 ബാലൻസ് ചെയ്തു. ഇതുപോലെ ഇങ്ങനെ എല്ലാ അക്കൗണ്ടുകളും നമ്മൾ ടോട്ടൽ ചെയ്യണം. ഇനി അടുത്തത് ഫർണിച്ചർ അക്കൗണ്ട്. ഫർണിച്ചർ അക്കൗണ്ടിൻ്റെ ടോട്ടൽ എന്ന് പറഞ്ഞാൽ ഡെബിറ്റ് സൈഡാണ് കൂടുതൽ. അപ്പം ടോട്ടൽ എത്രയുണ്ട്? 25,000. 25,000 നേരെ താഴെ എഴുതരുത്, കാരണം ഇവിടെ ബാലൻസ് സി ഡിയോ ബി ഡിയോ വരാനുള്ളതാവും. അതുകൊണ്ട് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം എഴുതാനായിട്ട്. 25,000 അതേ ലൈനിൽ തന്നെ എഴുതുന്നു. അപ്പം ഇവിടെ 5,000 ഉള്ളൂ. അപ്പോൾ 20,000 ആണ്. അപ്പോൾ ഇതിൻ്റെ ബാലൻസ് ഈ 25,000 നിന്ന് 5,000 കുറച്ച് കഴിയുമ്പോൾ ഇനി എത്ര ഉള്ളൂ? 20,000. അത് ആ മാസം അവസാനത്തെ ബാലൻസ്. എന്തെന്ന് പറഞ്ഞ് എഴുതണം? ബാലൻസ് സി ഡി. ഇനി അതിനെ അടുത്ത മാസത്തേക്ക് ബ്രോഡ് ഡൗൺ ചെയ്യണം. 1/12/20. ബാലൻസ് ബി ഡി എത്രയാണ്? 20,000. ഇനി അടുത്തത് നെല്ലിമൂട്ടിൽ അക്കൗണ്ട്. നെല്ലിമൂട്ടിൽ അക്കൗണ്ട് എന്ന് പറയുമ്പോഴും അതും ഒരു പെർമനൻ്റ് അക്കൗണ്ടാണ്. അതായത് സൺട്രി ക്രെഡിറ്റർ ആണല്ലോ. അപ്പോൾ അതും ടോട്ടൽ ചെയ്ത് ബാലൻസ് ചെയ്യണം. അപ്പോൾ ഇവിടെ ക്രെഡിറ്റ് സൈഡിലാണ് കൂടുതൽ വരുന്നത്. 15,000 ആണ്. അതേ എമൗണ്ട് തന്നെ അതേ ലൈനിൽ എഴുതുക. ഡബിൾ ലൈൻ ഇട്ട് ടോട്ടൽ ചെയ്യുക. അപ്പോൾ ഇവിടെയാണ് കുറവ് വരുന്നത്. ആ കുറവുള്ള എമൗണ്ട് 15,000. അത് ആ മാസം അവസാനത്തെ ഡേറ്റ്. ബാലൻസ് ബി ഡി. അതിനെ അടുത്ത മാസത്തേക്ക് ബ്രോഡ് ഡൗൺ ചെയ്യുന്നു. അടുത്ത മാസത്തെ ഡേറ്റ് December 1. ബാലൻസ് ബി ഡി. ഇനി അടുത്തത് സെയിൽസ് ആണ്. സെയിൽസ് എന്ന് പറയുന്നത് ഒരു ടെമ്പററി അക്കൗണ്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡിൽ ക്രെഡിറ്റ് സൈഡിൽ മാത്രമേ വന്നിട്ടുള്ളൂ. ഇപ്പം ഡെബിറ്റ് സൈഡിലൊന്നും വരാത്ത സ്ഥിതിക്ക് നമ്മളിത് വെറുതെ അങ്ങ് ടോട്ടൽ ചെയ്ത് ഇട്ടാൽ മതി. ബാലൻസ് ചെയ്യണമെന്നില്ല. ടെമ്പററി അക്കൗണ്ട് ആയതുകൊണ്ട് പെർമനൻറ്റ് അക്കൗണ്ട്സ് എല്ലാം ടോട്ടൽ ചെയ്ത് ബാലൻസ് ചെയ്യണം. ഇപ്പോൾ ഇവിടെ സെയിൽസ് എത്രയുണ്ട്? 18,000 രൂപയുടെ ക്യാഷും കുര്യന് 2,000 രൂപയുടെ ക്രെഡിറ്റ് സെയിലും. അപ്പോൾ ടോട്ടൽ സെയിൽ എന്ന് പറഞ്ഞാൽ എത്രയുണ്ട്? 20,000. 20,000 ആണ് സെയിൽസ് അക്കൗണ്ടിൽ വരുന്നത്. ഇനി അടുത്ത കുര്യൻ അക്കൗണ്ട്. ഇതെന്ന് പറയുന്ന ഒരു പെർമനൻ്റ് അക്കൗണ്ടാണ്. കാരണം എന്നാ സൺട്രി ഡെറ്റർ ആണ് അല്ലേ? അസറ്റ് അക്കൗണ്ടാണ്. അസറ്റ് അക്കൗണ്ടൊക്കെ എന്താണ്? പെർമനൻ്റ് ആണ്. അപ്പോൾ ഇത് ടോട്ടൽ ചെയ്യണം. ഇപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ ഡെബിറ്റ് ആണ്. ഡെബിറ്റ് സൈഡിൽ 2,000 കണ്ട് അതങ്ങ് ടോട്ടൽ ചെയ്യുന്നു. ക്രെഡിറ്റ് സൈഡിൽ ഒന്നുമില്ല. അപ്പോൾ 2,000 തന്നെ ഇങ്ങോട്ടേക്ക് ടോട്ടൽ ചെയ്യുന്നു. അപ്പോൾ ഇവിടെയാണല്ലോ എമൗണ്ട് ഒന്നുമില്ല. ഇവിടെ
ആണ് 2000 ഉണ്ട്. കുറവുള്ള ഭാഗത്ത് 2000 എഴുതി. ആ മാസത്തെ അവസാനത്തെ ഡേറ്റ് ഇട്ടു. അതെന്ന് പറയുന്നത് എന്താണ്? ബാലൻസ് സി ഡി. ഇനി അതിനെ നമ്മൾ അടുത്ത മാസത്തിലേക്ക് ബ്രോഡ് ഡൗൺ ചെയ്യുന്നു. അപ്പോൾ 1, 12, 20 ബാലൻസ് ബ്രോഡ് ഡൗൺ 2000. ഇനി അടുത്തത് ഡ്രോയിങ്സ് അക്കൗണ്ടാണ്. അതെന്ന് പറയുന്നത് പെർമനൻ്റ് അക്കൗണ്ടാണ്. കാരണം ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവ് അക്കൗണ്ട് ആണല്ലോ, അതുകൊണ്ട്. അപ്പോൾ ഇനി നമുക്കിവിടെ 4000 ആണ് ഡ്രോയിങ്സ്. ഡെബിറ്റാണ് കൂടുതൽ 4000. അതേ എമൗണ്ട് തന്നെ ക്രെഡിറ്റ് സൈഡിലേക്കും എഴുതുന്നു. ടോട്ടൽ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ കുറവ് ക്രെഡിറ്റ് സൈഡിലാണ്, അങ്ങോട്ട് എഴുതുന്നു. ആ മാസം അവസാനത്തെ ഡേറ്റ് ബാലൻസ് സി ഡി. അതിനെ അടുത്ത മാസത്തിലേക്ക് ബ്രോഡ് ഡൗൺ ചെയ്യുന്നു. ബാലൻസ് ബി ഡി 4000. ഇനി അടുത്തത് സാലറി അക്കൗണ്ട്. ഇതെന്ന് പറയുന്നത് ഒരു എക്സ്പെൻസ് ആണല്ലോ. അപ്പോൾ എന്താണ്? ഒരു ടെമ്പററി അക്കൗണ്ട് ആണ്. അപ്പം നമുക്ക് ഇതിനെ ടോട്ടൽ ചെയ്തിട്ടാൽ മതി. ഇപ്പം ഈ സൈഡിൽ ഒന്നും വന്നിട്ടില്ല, വെറുതെ അങ്ങ് ടോട്ടൽ ചെയ്തിട്ടാൽ മതി. അപ്പം എത്രയാണ്? 10000. ഇത്ര മതി. അടുത്തത് റെൻ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത് എന്താണ്? ഒരു എക്സ്പെൻസ് ആണ്. അതെന്ന് പറയുന്നത് ഒരു ടെമ്പററി അക്കൗണ്ട് ആണ്. ഈ ക്രെഡിറ്റ് സൈഡിൽ ഒന്നും ഇല്ലതാനും. അപ്പോൾ എന്ത് ചെയ്താൽ മതി? വെറുതെ ടോട്ടൽ ചെയ്തങ്ങ് ഇട്ടേക്കാം. ഇനി അടുത്തത് ബാങ്ക് അക്കൗണ്ട്. ബാങ്ക് എന്ന് പറയുന്നത് ഒരു പെർമനൻ്റ് അക്കൗണ്ട് ആണ്. കാരണം അത് ഒരു അസറ്റ് ആണല്ലോ. അപ്പോൾ നോക്കിക്കേ, ഇവിടെ ഡെബിറ്റ് സൈഡിൽ 5000 ഉണ്ട്, ക്രെഡിറ്റ് സൈഡിൽ 2000 ഉള്ളു. അപ്പോൾ കൂടുതലുള്ള അങ്ങോട്ട് എഴുതി 5000 എഴുതി. അത് തന്നെ ഇങ്ങോട്ടും എഴുതി ടോട്ടൽ ചെയ്തു. ഇനി ഇപ്പോൾ ഇവിടെ ബാലൻസ് 5000ൽ നിന്ന് 2000 കുറച്ച് 4. അപ്പോൾ ഇനി ബാലൻസ് എത്രയാണ്? 3000. ആ മാസം അവസാനത്തെ ഡേറ്റ് 30, 11, 20 ബാലൻസ് സി ഡി. ഇനി ആ ബാലൻസിനെ അടുത്ത മാസത്തേക്ക് നമ്മൾ ബ്രോഡ് ഡൗൺ ചെയ്യുന്നു. 1, 12, 20 ബാലൻസ് ബി ഡി 3000. അപ്പോൾ ഇങ്ങനെ നമ്മൾ എല്ലാ അക്കൗണ്ടുകളും ഇപ്പോൾ എന്ത് ചെയ്തു? നമ്മൾ ടോട്ടൽ ചെയ്ത് ബാലൻസ് ചെയ്തു അല്ലേ? ഇപ്പം നോക്കിക്കേ, ഇപ്പം നമുക്കറിയാം, ഇപ്പം നമ്മുടെ ഡ്രോയിങ്സ് അക്കൗണ്ടിൽ ഇനി ബാലൻസ് എത്രയുണ്ട്? 4000 ആണ് അല്ലേ? നോക്കിക്കേ. അതുപോലെ തന്നെ സെയിൽസ് 20000 രൂപയുടെ സെയിൽസ് നടന്നിട്ടുണ്ട്. നമുക്ക് ഒറ്റ നോട്ടത്തിൽ നമ്മൾ ഈ ലെഡ്ജർ അക്കൗണ്ടിലേക്ക് നോക്കിയെന്നാൽ മനസ്സിലാവും. ഇനി ഓരോ അക്കൗണ്ടിൻ്റെയും ബാലൻസ് ഞാൻ പറഞ്ഞു, ബ്രോഡ് ഡൗൺ ചെയ്ത് വരുന്ന ബാലൻസ് ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ബാലൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ക്യാഷ് അക്കൗണ്ടിനുണ്ട്, ബ്രോഡ് ഡൗൺ ചെയ്യുമ്പോൾ ഏതാണ്? ഡെബിറ്റ് ബാലൻസ് ആണ്. അപ്പോൾ ഉണ്ടോ? ഡെബിറ്റ് ബാലൻസ് തന്നെ വന്നു. ക്യാപിറ്റൽ അക്കൗണ്ടിന് ഏത് ബാലൻസാണ് വരേണ്ടത്? ക്രെഡിറ്റ് ബാലൻസ് ആണ് വരേണ്ടത്. ക്യാപിറ്റൽ അക്കൗണ്ട് ബ്രോഡ് ഡൗൺ ചെയ്തപ്പോൾ നോക്കിക്ക് ഏത് സൈഡിലേക്കാണ് വന്നത്? ക്രെഡിറ്റ് സൈഡിലേക്ക്. കണ്ടോ? 2,25,000 ക്രെഡിറ്റ് ബാലൻസ് ആണ്. അപ്പം ബ്രോഡ് ഡൗൺ ചെയ്യുന്ന ബാലൻസ് വേണം നമ്മൾ എടുക്കാനായിട്ട് കേട്ടോ. നോക്കിയാൽ കമ്പ്യൂട്ടർ അക്കൗണ്ട് അസറ്റ് ആണ്. അസറ്റ് അക്കൗണ്ടിന് ഏത് ബാലൻസ് ആണ്? അസറ്റിനൊക്കെ ഡെബിറ്റ് ആണ്. അപ്പം നോക്കിക്കേ, ബ്രോഡ് ഡൗൺ ചെയ്തപ്പോൾ കമ്പ്യൂട്ടർ അക്കൗണ്ടിനെ ബ്രോഡ് ഡൗൺ ചെയ്തപ്പോൾ ഏത് സൈഡിലാണ് വന്നേക്കുന്നത്? ഡെബിറ്റ് സൈഡിൽ. പർച്ചേസ് എന്ന് പറയുന്നത് എക്സ്പെൻസ് ആണ്. എക്സ്പെൻസിന് ഏത് ബാലൻസ് ആണ്? ഡെബിറ്റ് ബാലൻസ് ആണ്. അതിനെ നോക്കിക്കേ, ബ്രോഡ് ഡൗൺ ചെയ്തപ്പോൾ നോക്കിക്കേ, ഡെബിറ്റ് സൈഡിലേക്കല്ലേ ബ്രോഡ് ഡൗൺ ചെയ്തേക്കുന്നത്? ഡെബിറ്റ് ബാലൻസ് ആണ്. അപ്പം അങ്ങനെ നോക്കി കഴിയുമ്പോൾ നമുക്ക് എല്ലാ അക്കൗണ്ടുകളും നമ്മൾ ടോട്ടൽ ചെയ്തു ബാലൻസ് ചെയ്തു. അപ്പോൾ ഇത്രയൊക്കെയാണ് ഒരു അക്കൗണ്ടിങ്ങിൻ്റെ അക്കൗണ്ടുകളുടെ പോസ്റ്റിങ്, ടോട്ടലിങ്, ബാലൻസിങ്. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ലെഡ്ജർ അക്കൗണ്ടുകൾ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇപ്പം ടോട്ടൽ ചെയ്ത് ബാലൻസ് ചെയ്ത് ഇത് മനസ്സിലായല്ലോ. ടെമ്പററി അക്കൗണ്ടും പെർമനൻ്റ് അക്കൗണ്ടും പറഞ്ഞത്. മെയിനായിട്ട് നമ്മൾ പെർമനൻ്റ് അക്കൗണ്ടുകളെല്ലാം ടോട്ടൽ ചെയ്ത് ബാലൻസ് എഴുതിയിടണം. ടെമ്പററി അക്കൗണ്ടിൽ ഏതെങ്കിലും ഒരു സൈഡിൽ ഐറ്റംസ് വന്നിട്ടുള്ളൂ എങ്കിൽ നമ്മൾ ആ സൈഡ് അങ്ങ് ടോട്ടൽ ചെയ്തിട്ടാൽ മതി. അപ്പോൾ അത് ബാലൻസ് ചെയ്താൽ പോകണമെന്നില്ല. മറു സൈഡിൽ എന്തെങ്കിലും ഐറ്റംസ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ ടോട്ടൽ ചെയ്ത് ബാലൻസ് ചെയ്തേക്കാം. നമ്മൾ പെർമനൻ്റ് അക്കൗണ്ട്സ് എല്ലാം നമ്മൾ ബാലൻസ് ഷീറ്റിലേക്കാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്, ഇതിൻ്റെ ബാലൻസ് എല്ലാം. ഇപ്പോൾ ടെമ്പററി അക്കൗണ്ടുകളുടെ ബാലൻസ്, അതായത് എക്സ്പെൻസും ഇൻകം എല്ലാം നമ്മൾ ഫൈനൽ അക്കൗണ്ട്സ് തയ്യാറാക്കുമ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്കായിരിക്കും നമ്മൾ മാറ്റുന്നത്. അപ്പം ഇങ്ങനെയാണ് ടോട്ടലിങ്ങും ബാലൻസിങ്ങും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയും മതി. ഓക്കെ, ബൈ.